നമുക്ക് കിടക്കാമല്ലോ ഈ ചടങ്ങിലേക്ക്. ആഗ്രഹത്തിൻ്റെ പുറത്തെടുത്ത് സെറ്റ് ചെയ്തതാണ്. കേൾക്കാൻ അത്ര സുഖകരമായിട്ടുള്ള സൗണ്ട് അല്ല, എന്തെന്ന് പറയാ. നമുക്ക് എൻ്റെ R15 പുതിയൊരു എക്സോസ്റ്റ് ഫിറ്റ് ചെയ്താലോ. അപ്പോൾ ഞാനൊരു ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് വാങ്ങി വെച്ചിട്ട് കുറച്ചധികം ദിവസമായി. പിന്നെ സമയം കിട്ടാത്തത് കൊണ്ടാണ് ഫിറ്റ് ചെയ്യാതിരുന്നത്. അപ്പം നമ്മൾ ബൈക്കിലോട്ട് ഫിറ്റ് ചെയ്യാൻ പോകുന്ന എക്സോസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ആദ്യം ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടിയൊക്കെ ആരംഭിക്കാം. ഈ ഒരു ബോക്സിനകത്താണ് എക്സോസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. വാങ്ങിയ സമയത്ത് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ഇടിക്കേണ്ട ഒന്നും കൂടെ ഓപ്പൺ ചെയ്തെടുത്തതേ ഉള്ളൂ. ഇതാണ് നമ്മൾ R15 സെറ്റ് ചെയ്യാനായിട്ട് പോകുന്ന എക്സോസ്റ്റ്. നല്ല വെയിറ്റ് ഉണ്ട്. ഐറ്റം അക്രോപോവിച്ചിൻ്റെ എക്സോസ്റ്റാണ്. കാണാനൊക്കെ നല്ലൊരു പ്രീമിയം ലുക്കൊക്കെ ഉണ്ടെങ്കിലും ഐറ്റം ചാത്താണ്. ഇതിന് DB കില്ലർ വരുന്നില്ല. അപ്പോൾ നല്ല സൗണ്ട് ആവാനാണ് സാധ്യത. മിക്കവാറും ഓവറായിട്ടുള്ള സൗണ്ട് ആയിരിക്കും. കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇതാണ് നമ്മുടെ R15 സെറ്റ് ചെയ്യാനായിട്ട് പോകുന്ന ബെൻഡ് വൈപ്പ്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്കായിട്ട് വരുന്ന എക്സോസിൻ്റെ ആ ബെൻഡ് വൈപ്പ് ഉണ്ട്. അതിൽ തന്നെ കട്ട് ചെയ്ത് ഫിറ്റ് ചെയ്യാനതേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിൽ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാനൊരു സെപ്പറേറ്റ് ബെൻഡ് വൈപ്പ് വാങ്ങിയത്. നമുക്കിതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമ്മുടെ പരിപാടി ആരംഭിക്കാം. നമുക്ക് എക്സോസ്റ്റ് വയ്ക്കുന്നതിന് മുമ്പായിട്ട് ബൈക്കിൻ്റെ ഒറിജിനൽ, അതായത് സ്റ്റോക്കായിട്ട് വരുന്ന സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. അപ്പോൾ നമുക്കിനി നേരെ ഇനി ബൈക്കിൻ്റെ ഓരോ പാർട്സായിട്ട് അഴിച്ചു തുടങ്ങാം. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള ടൂൾസ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ വേണം. അതേപോലെ തന്നെ ഒരു 12 പീസ് സ്പാനർ വേണം കേട്ടോ. ഈ ഒരു പീസ് എന്തായാലും അഴിക്കേണ്ടി വരും. അഴിച്ചാൽ മാത്രമേ നമുക്ക് ബെൻഡ് ഇപ്പോൾ അവിടെ നിന്ന് അഴിച്ചെടുക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഈ ഒരു പീസും കൂടെ അഴിക്കേണ്ടി വരും. മൊത്തം നമുക്ക് 4 ബോൾട്ടാണ് വരുന്നത്. ഇവിടെ ഒന്ന്, പിന്നെ നമ്മുടെ ബെൻഡ് ടേപ്പ് തുടങ്ങുന്ന ആ ഭാഗത്ത് 2 ഇരിപ്പുണ്ട്. അപ്പോൾ ഇത്രയും മാത്രം അഴിച്ചെടുത്താൽ മതി. വളരെ ഈസി ആയിട്ടുള്ള പരിപാടി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും അഴിച്ചു നോക്കാം ഓരോന്നായിട്ട്. എഞ്ചിൻ്റെ ഫ്രണ്ടിൽ വരുന്നൊരു പാർട്സ് ഉണ്ട്. അത് പതുക്കെ അഴിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതായിരുന്നു കേട്ടോ. നിറയെ അഴുക്കുണ്ട്. ഇതുള്ളത് കൊണ്ടാണ് നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ്റെ ആ ഭാഗത്തോട്ടൊന്നും ചെളിയാകാതിരുന്നത്. അപ്പോൾ നമുക്കിനി 4 ബോൾട്ടും കൂടെ അഴിച്ചെടുക്കാനുണ്ട്. ഫൈനലി ബൈക്കിൻ്റെ സ്റ്റോക്കായിട്ട് വരുന്ന ഐറ്റം അഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് എടുത്ത് നോക്കട്ടെ, വെയിറ്റ് ഉണ്ടാകും നമുക്ക്. ഒന്നീ നല്ല വെയിറ്റ് ഉണ്ട്. 10 കിലോയ്ക്ക് പുറത്തുണ്ടെന്നാണ് തോന്നുന്നത്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. ഓക്കെ, ഇതെവിടെ ഒന്ന് ഒതുക്കി വയ്ക്കാം. ഇനി നമുക്ക് ഇതിനെ എടുത്ത് ഫിറ്റ് ചെയ്യാം അതിലോട്ട്. ഓക്കെ, ഇതെങ്ങനെ വരുന്നു? ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ. അപ്പം ഫിറ്റിങ്ങും വീഡിയോ എടുക്കലും കൂടെ ഒരുമിച്ച് നടക്കില്ല. അതാണ് ഒരു പ്രശ്നം. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഒന്ന് സെറ്റാക്കിയിട്ട് വരാം. ഓക്കെ, എക്സോസ്റ്റും കൂടി എടുത്ത് അങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. വാവ്, ഫൈനലി നമ്മളങ്ങനെ എക്സോസ്റ്റ് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഗായ്സ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എടുക്കലും അതേപോലെ ഫിറ്റിംഗ് പരിപാടി ഒരുമിച്ച് കൊണ്ടുപോകാൻ കുറച്ച് പാടാണ്. അപ്പോൾ എന്തുമായിട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ആ ചടങ്ങിലേക്ക് കടക്കാമല്ലേ. ബൈക്കിൻ്റെ സൗണ്ട് എങ്ങനെയുണ്ടെന്ന് കേട്ട് നോക്കാം. എൻ്റെ രൂപം വെച്ചിട്ട് കേൾക്കാൻ അത്ര സുഖമുള്ള സൗണ്ട് ആയിരിക്കില്ല. ന്യൂട്രലാണ്, താഴെ വെച്ചോട്ട്. ഓക്കെ, നമുക്ക് കടക്കാമല്ലേ ഈ ചടങ്ങിലേക്ക്. സീനാണ് എൻ്റെ പൊന്നു, രക്ഷയില്ല കേട്ടോ. ഭയങ്കര ബാസ്, പക്ഷെ കേൾക്കാൻ അത്ര സുഖകരമായിട്ടുള്ള സൗണ്ട് അല്ല. പിന്നെ ഇവിടെ വെച്ച് തന്നെ
സെറ്റ് ചെയ്തെന്ന് വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ ആകുമ്പോഴത്തേക്ക് ഈ ചുറ്റുപാടും ആരും തന്നെ ഇല്ല കേട്ടോ. അധികം വീടുകളൊന്നുമില്ല. ഒരു സൈഡ് വയൽ, ഒരു സൈഡ് റബ്ബർ, പിന്നെ മേലെ രണ്ട് ഇവിടെയുള്ള അവിടെയൊന്നും ആളില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ബൈക്കൊന്ന് ഓടിച്ച് നോക്കാം. വാ. നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ബൈക്ക് ഓടിക്കുമ്പോഴത്തേക്ക് സൗണ്ട് ഓവറാണെന്ന് തോന്നുന്നില്ല. ഒരു പക്ഷേ അത് ഹെൽമെറ്റ് വെച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കാം. തൊട്ട് മേളിലെ കുറച്ച് നല്ല അടിപൊളി റോഡുണ്ട്. നമുക്ക് അവിടെ കയറിയിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് കൈ കൊടുത്ത് നോക്കാം. ഞാൻ പറഞ്ഞ റോഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആകുമ്പോൾ അധികം ആളും കാണില്ല, വണ്ടികളും കുറവാണ്. നമുക്കിവിടെ ഒന്ന് കൈ കൊടുത്ത് നോക്കാം. പിന്നെ ഞാനിത് ഒരുപാട് ദിവസം വയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഒരാഗ്രഹത്തിൻ്റെ പുറത്തെടുത്ത് സെറ്റ് ചെയ്തതാണ്. മിക്കവാറും നാളെ അല്ലാന്നുകൊണ്ട് ചിലപ്പോൾ ഇന്ന് വൈകിട്ട് തന്നെ ചിലപ്പോൾ അടിച്ച് മാറ്റിയേക്കാം. കാരണം ഇത് വയ്ക്കുന്നതുകൊണ്ട് വണ്ടിക്ക് യാതൊരു ഉപയോഗവും ഇല്ല, സൗണ്ട് മാത്രം തന്നെ ഉള്ളൂ. നമുക്കെന്തായാലും ഇവിടെ ഒന്ന് ഒതുക്കിയിട്ടേ ബൈക്കിൻ്റെ ഫുൾ ത്രോട്ടിലൊന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ ആ സൗണ്ട് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. അത് നൈസ് കേട്ടോ, അത് കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ. ഇനി നമുക്ക് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാം ഗായ്സ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്ന പ്രതീക്ഷ. എല്ലാവർക്കും ബൈ ബൈ.